1996 എന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് നിർണായകമായ വർഷമായിരുന്നു. 1996 പ്രധാനമന്ത്രി ഇസാക് റാബിന്റെ വധത്തെ തുടർന്ന് ഷിമോൻ പെരസിനെ കടുത്ത മത്സരത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം 46 വയസ്സുള്ളപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി കസേരയിലിരുന്നു. ലസീൻ അതോറിറ്റിയുമായുള്ള ഹെബ്രോൺ കരാർ ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നത് ഈ സമയങ്ങളിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കടുത്ത രാഷ്ട്രീയ നിലപാട്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വളരെ നേരത്തെ എത്തിയതിനുള്ള പരിചയക്കുറവ്, അവർ തന്നെ സഖ്യത്തിനുള്ളിലെ സംഘർഷം എന്നിവ കാരണം 1999 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി സ്വകാര്യ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ അധികം നാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് സാധിക്കുമായിരുന്നില്ല. 2000ന്റെ ആരംഭത്തിൽ നെതന്യാഹു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു. ക്രമേണ സ്വാധീനം വീണ്ടെടുക്കുന്നു. 2009 ആയപ്പോഴേക്കും അദ്ദേഹം രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 2013, 2015, 2020 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനങ്ങളുടെ മനസ്സിലെ വിശ്വസ്തനായ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ, ജുഡീഷ്യൽ പരിഷ്കരണ പ്രതിഷേധങ്ങൾ, ഇറാനുമായും ഫലസ്തീൻ പ്രദേശങ്ങളുമായും വർദ്ധിച്ചു വരുന്ന സംഘർഷം എന്നിവയുൾപ്പെടെയുള്ള തീവ്രമായ ആഭ്യന്തര അന്തർദേശീയ വെല്ലുവിളികളെ നെതന്യാഹു നേരിട്ടിരുന്നു. വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടുമൊക്കെ നെതന്യാഹുവിന്റെ കരിയർ ഉടനീളം ഉണ്ടായിരുന്നെങ്കിലും സ്വതന്ത്ര വിപണി പരിഷ്കാരങ്ങളിലൂടെ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്തും ഇസ്രായേലിന്റെ ഹൈടെക് വ്യവസായത്തിന്റെ വളർച്ച, സ്റ്റാർട്ടപ്പ് നേഷൻ എന്ന പദവി മേടിച്ചു കൊടുത്തും അയൺ ഡോം പോലെയുള്ള നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം ഉൾപ്പെടെ ഇസ്രായേലിന്റെ സൈനിക ശേഷികളെ ശക്തിപ്പെടുത്തിയതും അന്താരാഷ്ട്ര തലത്തിൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നിവയുള്ള രാഷ്ട്രങ്ങളുമായി ബന്ധം സാധാരണ നിലയിലാക്കിയതിലൂടെ ഫലസ്തീൻ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ നിന്നതും അബ്രഹാം കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് നെതന്യാഹു ചരിത്രപരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾ നേടുകയും ചെയ്തു.